2 ദിവസത്തെ ഒരു വെള്ള പ്രശ്നം. അതിനുശേഷം മെഡിക്കൽ കോളേജിലെ ശുചിമുറികളിലൊക്കെ വെള്ളം എത്തിയിരിക്കുകയാണ്. അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇങ്ങനെ വലിയൊരു പ്രതിസന്ധി ഉണ്ടായത്. അവിടെ 2 ദിവസം ഇങ്ങനെ വെള്ളത്തിന്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് വലിയ ബുദ്ധിമുട്ടുകളാണ് രോഗികളൊക്കെ നേരിട്ടുകൊണ്ടിരുന്നത്. ആശുപത്രിയിലേക്ക് എത്തുന്ന ഓരോരുത്തർക്കും വലിയ പ്രതിസന്ധിയായിരുന്നു. അങ്ങനെ ഇന്നലെ രാത്രി മെഡിക്കൽ കോളേജിലെ ശുചിമുറികളിലൊക്കെ വെള്ളം എത്തിയിട്ടുണ്ട്. ആദ്യം കുളിമുറിയിലും അങ്ങനെയാണ് വെള്ളം എത്തിയത്. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഈ വാഷ് ബേസിനുകളിലെ പൈപ്പുകളിലൊക്കെ വെള്ളമില്ല എന്നതാണ്. അപ്പോൾ ഇതും കൂടി കൃത്യമായിട്ട് പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ, അവിടെ ഇവിടെയുമൊക്കെ വെള്ളം എത്തിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതിൽ കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം ഇല്ല എന്നുണ്ട് എങ്കിൽ ഈ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാവുകയുള്ളൂ. ആ ഒരു ഇടപെടൽ കൂടി നടത്തേണ്ടതായിട്ടുണ്ട്. റിപ്പോർട്ട് കാണാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ 2 ദിവസമായി അതിഭീകരമായ വെള്ള പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഈ വാർഡുകളിലേക്കും മറ്റുമൊക്കെയുള്ള ശുചിമുറിയിലെ വെള്ളമാണ് ഇന്നലെ കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇല്ലാതിരുന്നത്. ഈ ചികിത്സയ്ക്ക് എത്തിയവരും അതോടൊപ്പം തന്നെ ഇവരുടെ കൂട്ടിയിരിപ്പുകാരുമൊക്കെ വലിയ ദുരിതത്തിലായിരുന്നു ഈ കഴിഞ്ഞ 2 ദിവസം. ശുചിമുറിയിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും ഇവിടെയുള്ളവർക്ക്, ഈ രോഗികൾക്കും അതോടൊപ്പം തന്നെ ഈ ചികിത്സയ്ക്ക് എത്തിയ രോഗികളുടെ കൂടെയുള്ള ആളുകൾക്കും ഒരു തുള്ളി വെള്ളം കിട്ടാത്ത അവസ്ഥയായിരുന്നു 2 ദിവസം. പക്ഷേ അധികൃതർ അതിന് ബദലായ സംവിധാനം ഒരുക്കാത്തതിൽ വലിയ പ്രതിഷേധവും ഇവിടെ ഉണ്ടായിരുന്നു. വലിയ പ്രതിഷേധത്തിനൊടുവിൽ അവസാനം ടാങ്കറുകളിൽ എത്തിച്ച് ഈ വെള്ളം വിതരണം ചെയ്യുകയായിരുന്നു. ബക്കറ്റും മറ്റുമൊക്കെ പിടിച്ചിട്ടാണ് ഈ കൂട്ടിയിരിപ്പുകാർ റൂമിലേക്കും അതുപോലെ വാർഡിലേക്കുമൊക്കെ വെള്ളം കൊണ്ടുപോയിരുന്നത്. വലിയ ദുരിതമാണ് അവരെ പറയുന്നുണ്ടായിരുന്നത്. 2 ദിവസമായാലും ഇങ്ങനെ ലേശം വെള്ളം വരും, പിന്നെ നിന്ന്, പിന്നെ വെള്ളം ഇല്ലാണ്ട് കളിക്കുക. ഏത് നിലയിലാണ്? രണ്ടാമത്തെ നിലയിൽ. അപ്പോൾ ഈ ബക്കറ്റിലിട്ട് വെള്ളം കൊണ്ട് അവിടെ മുകളിലേക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നില്ല? അതും ബക്കറ്റിൽ വെള്ളം എടുക്കുമ്പോഴത്തേക്കും ലിഫ്റ്റിൽ പോവുകയാണ്. എന്നാലും കുറച്ച് വെള്ളമൊക്കെ പോകുമല്ലോ വഴി. ബൈക്കിലെല്ലാം വെള്ളം മറന്നതിൻ്റെ ആ കാല് ഇങ്ങനെ വൈദ്യുതി പോവുക ബുദ്ധിമുട്ടാണ്. ഈ അമീബിക് മസ്തിഷ്ക ജ്വരം കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ നഗരത്തിലെ പ്രധാന വാട്ടർ ടാങ്കുകളൊക്കെ ക്ലീൻ ചെയ്യുകയാണ്, വൃത്തിയാക്കുകയായിരുന്നു. അതിനാലാണ് വെള്ളം എത്താതിരുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷെ അതിന് ബദൽ സംവിധാനമായി ഒന്നും തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്ന് എത്തിയിരുന്നില്ല. അതുകൂടാതെ തന്നെ ഇത്തരത്തിൽ വെള്ളം ഉണ്ടാകില്ല എന്ന ഇവിടെ ചികിത്സയ്ക്ക് എത്തിയവരോടും അതോടൊപ്പം തന്നെ കൂട്ടിയിരിപ്പുകാരോടും അധികൃതർ അറിയിച്ചതുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ദിവസവും മുമ്പും ഇത്തരത്തിൽ വെള്ളം ലഭ്യമാവാത്ത അവസ്ഥയുണ്ടായിരുന്നു. ഇന്നലെ ഇപ്പോൾ ടാങ്ക് ക്ലീൻ ചെയ്ത് വൈകിട്ടോടെ വെള്ളം എത്തുമെന്ന് പറഞ്ഞിരുന്നു 6 മണിയോടെ. പക്ഷേ 6 മണിക്ക് ശേഷവും വെള്ളം എത്തിയില്ല. ഏതാണ്ട് 10:30 സമയത്താണ് ഒടുവിൽ ഇവിടേക്ക് വെള്ളം എത്തിയത്. നമ്മൾ ഈ വയ്യാത്ത രോഗികളെയും തൂക്കി പിടിച്ച് വീൽ ചെയറിൽ ഇരുത്തി കൊണ്ടുപോയി വെള്ളവും സംഘടിപ്പിച്ച് കൊണ്ടുപോകണ്ടേ. പിന്നെ അതിൻ്റെ പുറമെ ഇപ്പോൾ ഭക്ഷണം ഒഴിവാക്കുന്ന സ്ഥലത്ത് വെള്ളം വളരെ കുറവാണ്. നമ്മൾ ക്ലീൻ ചെയ്യാൻ വാഷ് ബേസിൻ്റെ അവിടെയും കുറവാണല്ലേ? വാഷ് ബേസിൻ്റെ അവിടെയും കുറവാണ്. ഇത്രയും വെള്ളം ചുമന്നുകൊണ്ട് പോകാനൊന്നും ഒരു മനുഷ്യന്മാർക്ക് കഴിയില്ല. നമ്മളെ ഗവൺമെൻറ് എന്താ ഇത് തിരിച്ചറിയാത്തത്? എന്ത് ഇവിടെ പ്രശ്നം ഉണ്ടായിട്ട് ഈ ആൾക്കാരൊന്നും നോക്കാത്തത് എന്താ? രാത്രിയാണ് വെള്ളം വന്നത്. ഇന്നലെ രാത്രിയായിട്ട് വെള്ളം വന്നപ്പോൾ അത് തന്നെ ടോയ്ലറ്റിനകത്ത് വെള്ളമില്ല, കുളിമുറിക്കകത്ത് മാത്രമുണ്ട്. എന്നിട്ട് അത് ചുമന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോവുക. പിന്നെ ബാത്റൂം വേസ്റ്റ് ഉണ്ടായിട്ട് അത് ചവിട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആൾക്കാർ കിടക്കുന്ന സ്ഥലത്തൊക്കെ മണത്തിട്ട് അവിടെ കിടക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഏതായാലും വെള്ളം ബാത്റൂമിലും ടോയ്ലറ്റിലും ഉണ്ട്. പക്ഷേ മുഖം കഴുകുന്ന ഈ വാഷ് ബേസിൻ്റെ അവിടെ വെള്ളമില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.